ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് പാറ്റേണും, അതായത് ഈ ഒരു പാറ്റേണും പിന്നെ അതിനെ തലതിരിച്ചിരുന്ന ഈ ഒരു പാറ്റേണും. ഓക്കെ, ഇനി ഞാൻ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് ഞാൻ അപ്രോച്ച് ചെയ്യുന്ന വഴി എന്താണെന്ന് വെച്ചാൽ, ഇതാ ഞാൻ ഒരു കളർ ഞാനിത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു പാറ്റേണിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് ഒന്ന്, അതുപോലെ ഈ ഒരു പാറ്റേൺ ഒന്ന്. ഓക്കെ, ഒരു ഫോർ ലൂപ്പ് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇത് വേറെ ഒരു ഫോർ ലൂപ്പിൽ ഇങ്ങനെ വരുന്ന. ഓക്കെ, പിന്നെ ഇതാ ഇപ്പുറത്തെ വേറെ ഒരു ഫോർ ലൂപ്പ്. ഇങ്ങനെ മൂന്നായി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു പാറ്റേണിനെ പ്രിൻ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് അങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനായിടാം ഒരു n അസൈൻ 4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 4 ലൈൻസാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് ലൈൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. 1 2 3 4 നമ്പർ ഓഫ് റോസ് 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ n വരെ കൊടുത്തിട്ടുണ്ട്. 4 n അസൈൻ 4 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പ്രിൻ്റ് ചെയ്യേണ്ടത് ഏതാ? ആ നമ്പർ പാറ്റേൺ. ഓക്കെ, ആ റെഡിൽ മാർക്ക് ചെയ്ത് വെച്ച പാറ്റേൺ അങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ബട്ടണിൽ കൊടുക്കാം. j ഈക്വൽ ടു 1 കൊടുത്തിട്ട് j +i j ++ പ്രിൻ്റ്എഫിനകത്ത് %t j. ആദ്യത്തെ ഇത് ഇവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്ക് ഫിമിയേഷൻ ടൈമിന് ഇങ്ങനെ റൺ ചെയ്ത് നോക്കാനും പറ്റില്ല, ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതാ അടുത്തത് നോക്കാം. അടുത്ത് എങ്ങനെ ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അടുത്ത് നമുക്ക് വേണ്ടത് ഇത്. അതായത് ഇവിടെ എത്ര ലൈൻസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്? 6 സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 4 സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 സ്റ്റാർ, ഇവിടെ 0. ഇങ്ങനെ കുറഞ്ഞ് വരുന്നു. ഇവിടെ നമുക്ക് i × 2 ചെയ്താൽ കിട്ടുമോ നോക്കാം ആദ്യം. ഇല്ല, i × 2 കിട്ടില്ല. അപ്പോൾ 2, അതായത് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ഇതിലോട്ട് നോക്കുന്നത്. ഇനി നമുക്ക് 2 അല്ലെങ്കിൽ നമുക്ക് n-i ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. n-i ഇവിടുത്തെ n എത്രയാണ്? 4 - i എത്രയാണ്? i ഇവിടെ 1 3 ആണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ n സക്ക 2 മൈനസ് ചെയ്താൽ 2 ആണ് വരുന്നത്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ ഇവിടെ 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. പിന്നത്തേൽ എത്ര വരും? n 4 i 3 4 - 3 1, പിന്നത്തേൽ 0. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വേണ്ടത് ഇതുമായിട്ടൊരു 2 ചെയ്താൽ നമുക്ക് വേണ്ട കിട്ടൂലേ? ആ ഒരു ഇക്വേഷൻ കിട്ടത്തില്ല. അതായത് 6 4 2 0. അപ്പോൾ ഇതുമായിട്ടൊരു × 2 ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ആ സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലൈൻസ് 4 - i എന്ന് വെച്ചാൽ 1. ഇത് ചെയ്താൽ 3 വരും. 3 × 2 6. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതെങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ, ഫോർ ലൂപ്പ് ജസ്റ്റ് അങ്ങ് കൊടുക്കുക. ഇവിടെയും ഞാൻ j തന്നെ കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ, ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അതേ വേരിയബിൾ കൊടുക്കാണ്ട് കണ്ടു. ഇവിടെയൊക്കെ നമുക്കത് കൊടുക്കാം. j ≤ 2 × n-i j ++ printf
നമുക്ക് നോക്കേണ്ടത് നോക്കേണ്ടതാ ഏത് കളർ എടുക്കാം, ബ്ലൂ എടുക്കാം. ഈ ഒരു സ്റ്റാർ ഈ ഒരു നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യേണ്ട കോഡാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കോഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കുക. ഇതെങ്ങനെ ചെയ്തത് ആ ഒരു വീഡിയോ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ഇതൊരു മെത്തേഡ് സോൾവ് ചെയ്യുന്നുണ്ട് പ്രോബ്ലം. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ജെ സ്റ്റാർട്ട് ഫ്രം ഐ തൊട്ടിട്ട് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ജെ മൈനസ് മൈനസ് ജസ്റ്റ് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ടി സ്പേസ് ജെ പ്രിൻ്റ് എഫ് സ്ലാഷ് ഞങ്ങൾക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. വേറൊന്നുമില്ല. ഓക്കെ, ഇവിടെ 4 ഇത് നമുക്ക് വേണ്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് നമ്പർ ഓഫ് ലൈൻസ് അങ്ങ് 6 ആക്കി കൊടുക്കുന്നു. അവിടെയും ആ കോഡ് വർക്കാണ്. അത് ജനറലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കൊടുത്തത്. ഇവിടെ വേറൊരു മെത്തേഡും കൂടിയുണ്ട്. അത് നമുക്ക് ഒറ്റ രീതിയിൽ കിട്ടും, ജനറലായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഓക്കെ, ഈ നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ഇതിനെ തലതിരിച്ചിടുന്ന പരിപാടിയില്ലേ. ഓക്കെ, ഇതിനെ തലതിരിച്ചിട്ടിട്ടുള്ള ഒരു സംഭവമല്ലേ അടുത്തായിട്ട് നമുക്കിവിടെ ഞാൻ മാറ്റി വെച്ചാണ്. അത് ജസ്റ്റ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവിടെ തലതിരിച്ചങ്ങ് കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരെ കൊടുക്കുക. മൈനസ് മൈനസ് ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് സാധാ ഇതിന് നേരെ വെച്ചിട്ടുള്ള കോഡ് നമ്മൾ ചെയ്യും. അതായത് മേലെ റോ തലതിരിച്ച് വെച്ചിട്ട് ഒരു റോ തലതിരിച്ച് വെക്കുക, റോൻ പ്രിൻ്റ് ചെയ്യേണ്ട. എന്നിട്ട് ഈ ഒരു കോഡിനെ തലതിരിച്ച് വെച്ച് ചിന്തിക്കുക. അതായത് ഈ ഒരു രൂപത്തിൽ വെച്ച് ചിന്തിച്ചാൽ മതി, നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ട ഇതിൽ കിട്ടും. ഇത് ജസ്റ്റ് ആണ് പ്രിൻ്റ് ചെയ്താൽ അത് തന്നെ പ്രിൻ്റ് ആയത്. ഒരു നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ മാറ്റി 7 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് കിട്ടും. ഓക്കെ, ഓക്കെ, ഈ വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോ.